ഹായ് ഫ്രണ്ട്സ്, ഏർക്കും ഡീപെട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംഭവം ഒന്നുമല്ല, ഇവിടെ അറച്ച് പട്ടിയാണ് കേട്ടോ. അതാണ് PVC പൈപ്പും കൊണ്ടുവന്നത്. പേടിക്കേണ്ട, പട്ടി ഓടിക്കാനുള്ള സാധനം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവമാണ്. അതായത് ഒരു സെക്യൂരിറ്റി സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് കുഞ്ഞൂര് സംഭവം നിങ്ങളുടെ അലമാറിയിലോ വല്ല കബോർഡിലോ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്ത് എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ആരെങ്കിലും ആ കബോർഡ് തുറന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് വരും. അതെ, ഇങ്ങനെ ഒരു ചങ്ങായി നമ്മുടെ കബോർഡ് തുറന്നുണ്ട്, ഇനി അടച്ചു കഴിഞ്ഞാൽ അതെ ഇങ്ങനൊരു പുള്ളി കബോർഡ് അടച്ചിട്ടുണ്ടെന്ന്. അതായത് നമുക്ക് ടെലിഗ്രാം വഴിയാണ് മെസ്സേജ് വരിക. ഇനിയിപ്പോൾ വാട്സപ്പ് വഴി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്ഗ്രേഡ് സാധനം, അതായത് തുറന്നാളുടെ ഫോട്ടോ അടക്കം എടുത്ത് നമുക്ക് അയച്ചു തരും. അങ്ങനത്തെ സെറ്റപ്പ്. അപ്പോൾ ഇന്നത്തെ സംഭവം അതാണ്. ആരെങ്കിലും എന്തെങ്കിലും അലമാരയോ കബോർഡൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ തുറക്കുന്ന ടൈമൊക്കെ അറിയാൻ പറ്റും കേട്ടോ. തുറന്നു എന്ന് മെസ്സേജ് വരും, അടച്ചു കഴിഞ്ഞാൽ അടച്ചു എന്ന് മെസ്സേജ് വരും. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സ്കൂളൊക്കെ തുടങ്ങിയോണ്ട് അത്ര പവറേഷായിട്ട് ചെറുപറ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ 80K അടിച്ചേക്കാണ്. എൻ്റെ പുരടാവെ തീർത്താനം ഒന്നും പറയാനില്ല. പക്ഷെ എൻ്റെ പുന 80K 20K കൂടി ആയിക്കഴിഞ്ഞ് ഞാൻ ആ വെരിഫൈഡ് ടിക്കും പ്ലേ ബട്ടനും എൻ്റെ സാറേ പിന്നെ എന്താ വേണ്ടേ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് 100K അത് നമ്മൾ അടിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ സ്കൂളൊക്കെ തുടങ്ങി ഇത്തിരി സീനൊക്കെ ഈ വീഡിയോ ഒക്കെ ഇടാൻ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള ഇന്നത്തെ വീഡിയോ ലൈക്കും ചെയ്തേക്കുക, സബ്സ്ക്രൈബും ചെയ്തേക്കുക. പിന്നെ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യുക. കാരണം കമൻറ്റ് കൊടുക്കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കൂടും കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തലത്തേക്ക് വീഴും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പാത്രം കണ്ട് എടുത്തേക്കാം കേട്ടോ. ഈ ഒരു ചെപ്പിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രൊജക്റ്റും ചെയ്യാൻ പോകുന്നത്. നമ്മൾ മാക്സിമം ചെറിയൊരു രീതിക്കാണ് ചെയ്യുന്നത്. അതായത് സിമ്പിൾ ബട്ട് വെരി വെരി പവർഫുൾ സംഭവം. ഈ ഒരു ചെപ്പിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടതാണ് ESP8266 എന്ന് പറഞ്ഞ ഡെവലപ്മെൻറ്റ് ബോർഡ്. അതായത് ആർഡിനോ ബോർഡൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ബോർഡാണ്. പക്ഷേ ഇതിൽ വൈഫൈയുടെ സൗകര്യം കൂടി ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ആർഡിനോനേക്കാളും കുറേ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇതൊരു സാഗരമാണ്. നമ്മളിന്ന് ജസ്റ്റ് ഒരു ചൂണ്ടിയിട്ട് വെക്കാൻ പോകാൻ കേട്ടോ. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ ഉടനെ വരും. ഇനി വരുന്ന വീഡിയോസൊക്കെ കിട്ടാനായിട്ട് മറക്കാണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ബെല്ലൈക്കൺ ഓളും കൂടി ആക്കി വെച്ചേക്കുക കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യുക, മാക്സിമം കമൻറ്റും ചെയ്യുക. പിന്നെ നമുക്കൊരു സ്വിച്ച് വേണം. ഇതേപോലത്തെ 9 വോൾട്ട് ബാറ്ററി വേണം. നമ്മുടെ ബോർഡ് 9 വോൾട്ട് ഡയറക്റ്റ് കൊടുക്കുന്നില്ല. നമ്മളതിന് 5 വോൾട്ടാക്കി കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു റെഗുലേറ്റർ IC 7805 കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു LDR, അതായത് ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ. നമ്മുടെ നോർമൽ റെസിസ്റ്റർ ഉണ്ടല്ലോ, അതിൽ ഫിക്സ്ഡ് ആയിരിക്കും. പല ടൈപ്പ് ഉണ്ട്, ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയും കുറയുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഈ ഒരു LDRൻ്റെ ഒരു കാല് ഡയറക്റ്റ് ഒരു ജമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 3.3 വോൾട്ടിലേക്കാണ് കൊടുക്കുന്നത്. ആർഡിനോയിൽ 5 വോൾട്ടിൽ കൊടുക്കും, ഇവിടെ 3.3 ആണുള്ളത്, അവിടെ കൊടുക്കും. പിന്നെ ഒരു കാലുമ്പോൾ നമ്മൾ റെസിസ്റ്റർ വെച്ചിട്ട് നേരെ GND കൊടുക്കും. റെസിസ്റ്റർ വച്ചേക്കണതിൻ്റെ മുകളിലത്തെ വശത്ത് നിന്ന് സിഗ്നലിലേക്ക് കൊടുക്കും. സംഭവത്തിലുള്ളൂ. ഒരു കാലം നേരെ 3.3 കൊടുക്കുക, ഒരു കാലുമേ റെസിസ്റ്റർ വെച്ചിട്ട് അവിടുന്ന് GND ഇതേപോലത്തെ GNDയിൽ കൊടുക്കുക. നമ്മൾ ആ റെസിസ്റ്റർ വയ്ക്കുന്നേക്കാൾ മുമ്പിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് ഇവിടുത്തെ A0 ആ ഒരു പിന്നിലേക്ക് കൂടെ കൊടുത്തേക്കുക. ഇത് ആർഡിനോക്കാളും നല്ല ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഔട്ട് കൂടുതൽ വീഡിയോസൊക്കെ ഡീറ്റെയിൽ വരും. സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ USB വഴി കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കോഡ് ചെയ്തിട്ടുണ്ട്. LDR ഒക്കെ കണക്ട് ചെയ്താൽ കറക്റ്റാണോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ്. കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് അത്യാവശ്യമുള്ളൊരു സാഹചര്യമാണ്. ഇനി ഞാൻ കൈ വയ്ക്കുമ്പോൾ ഇത് കുറയും കേട്ടോ. ഇപ്പോൾ ഞാൻ കൈ വെച്ചു, അപ്പോൾ അതേ സംഭവം പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഈ കോഡ് ചെയ്യാനും ഈ ഹാർഡ്വെയർ ഒക്കെ ഒന്ന് സെറ്റാക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് അവസാനം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മൾ ആ 9 വോൾട്ട് ബാറ്ററി മാറ്റിയിട്ട് ഒരു റീചാർജബിൾ ബാറ്ററി ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്ഥലം എടുക്കും, കുറച്ചുകൂടി നല്ലതുമാണ്. അതിനുശേഷം ഇതേപോലത്തെ ഒരു മൊഡ്യൂളാണ് നമ്മൾ വെച്ചേക്കുന്നത് ബാറ്ററി റീചാർജ് ചെയ്യാൻ. ജസ്റ്റ് B+B- ബാറ്ററി സോൾട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ ഔട്ട് ഇതേപോലെ 2 വയർ വെച്ചെടുത്തു. ഇതാണെങ്കിൽ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു മൊഡ്യൂളാണ്. ഇത് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് ചാർജിങ്ങിലായിരിക്കുമ്പോൾ റെഡ് ലൈറ്റും, ഫുള്ളായി കഴിഞ്ഞാൽ റെഡ് ലൈറ്റുമാണ്. ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്തപ്പോൾ പറ്റിയതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മൾട്ടിമീറ്ററിൽ 20 ഇട്ട് തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. ആ ഒരു കുത്തു വന്നില്ല. അതായത് 4 വോൾട്ട്, അതായത് 4.00 അങ്ങനെ വണ്ടിന് വരാം. ആ കുത്തു വരാണ്ട് ഡയറക്റ്റ് 400 കാണിച്ചു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതിന് 400 വോൾട്ടൊക്കെ വന്ന് 2 തട്ടൊക്കെ തട്ടിപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോക്സിൻ്റെ സൈഡൊന്ന് ഓട്ടോ ഒളിച്ചെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ചാർജിങ് മൊഡ്യൂൾ വയ്ക്കുന്നത്. കുറച്ച് വളവുള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സ്പോഞ്ചിൻ്റെ കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചാർജിങ് മൊഡ്യൂൾ വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച സംഭവം സെറ്റായില്ല. ആ സാധനം വയ്ക്കുമ്പോൾ ഒന്ന് കറക്റ്റ് ആവണില്ല. അപ്പോൾ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് മുറിച്ചെടുക്കുകയാണ്. സംഭവം കാണുന്ന പോലെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായി പോകുന്നു. നമ്മൾ അതായത് ആക്സോ ബ്ലേഡിൻ്റെ ഇടയിൽ കയറി പിടിക്കുന്നു. നമ്മൾ കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം.
ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് സംഭവം ഒട്ടിയിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചാർജ് മൊഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഹൈറ്റ് കറക്റ്റ് ആവും, അതായത് കുറച്ച് വളവുണ്ട് അതുകൊണ്ടാണ്. ഇനി ഇവിടെ കറക്റ്റ് ചാർജ് മൊഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സോക്കറ്റിൻ്റെ ആ ഒരു വായ കറക്റ്റ് പുറത്തേക്ക് വരെ നമുക്ക് ചാർജിങ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇത് ചാർജ് ചെയ്യുമ്പോൾ റെഡ് കളർ ലൈറ്റും ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ബ്ലൂ കളർ ലൈറ്റും വരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഫുള്ളായോ ചാർജിങ് ആണോ എന്നൊക്കെ. ഇപ്പോൾ നമ്മളത് ചാർജിങ് ആണ്. ഒരു പവർ ബാങ്ക് വെച്ചാണ് ഞാൻ കാണിക്കുന്നത്. 5 വോൾട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ കുത്തിയാൽ മതി. ഇപ്പോൾ ഫോണൊക്കെ USB-C ടൈപ്പായി, ജസ്റ്റ് പഴയ ഫോണിൻ്റെ ഒരു ടൈപ്പാണ്. അപ്പോൾ നമ്മളത് കുത്തി അപ്പോൾ റെഡ് ലൈറ്റ് എത്തി ചാർജിങ് ആയതുകൊണ്ട് ഇനി ആ ഒരു മൊഡ്യൂളിൽ നിന്ന് ഔട്ട് വരുന്ന 2 വയർ ജസ്റ്റ് ഒരു ഫീമെയിൽ ജമ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആ ഒരു ESP8266 എന്ന് പറഞ്ഞൊരു ബോർഡിലേക്ക് കണക്ട് ചെയ്യാനാണ്. നമ്മൾ ജസ്റ്റ് ആ ചാർജറിൻ്റെ മുകളിലൊരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ബാറ്ററി വെക്കുന്നത്. കാരണം കറക്റ്റായിട്ട് അങ്ങോട്ട് കോൺടാക്ട് ഇരിക്കേണ്ട, പിന്നെ ഒട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സ്ഥലം കണ്ട അത്യാവശ്യം ഇനി സ്ഥലം ഉണ്ട്. അതായത് അപ്പുറത്ത് നമുക്ക് ESP8266 വെക്കാനുണ്ട്, അതായത് ആ ഒരു വൈഫൈ മൊഡ്യൂൾ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഓട്ടോ എടുക്കാം, കാരണം ഇവിടെ സ്വിച്ച് വെക്കാനുണ്ട്. നമ്മളത് ഓട്ടയൊക്കെ തുളച്ച് കഴിഞ്ഞാൽ തുറക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പോകേണ്ട കേട്ടോ. നമ്മൾ സോൾഡറിങ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഓട്ടയൊക്കെ തുളയ്ക്കുമ്പോൾ എന്തായാലും ഒരു മാസ്കും പിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ഫാനും വെക്കുക. കാരണം ഇതിൽ നിന്ന് തന്നെ പുകയൊന്നും അധികം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന അത്ര നല്ല പരിപാടിയല്ല. അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ആ ഹോളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് സ്വിച്ച് വെച്ചെടുക്കാം. ഇപ്പോൾ സ്വിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ഹോൾ വലുതായി, സ്വിച്ചൊക്കെ ഇത്തിരി ചെറുതായിട്ട് ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഗുളവും വെച്ച് നമുക്ക് സെറ്റാക്കാം. അതേ സ്വിച്ച് റെഡിയായി. ഇനി അടുത്ത് സൈഡിലൊരു വേറൊരു ഓട്ട നമുക്ക് LDR കൂടി ഇവിടെ തന്നെ ഫിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിത് LDR കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, LDR നേരെ മുകളിലേക്കല്ല വെച്ചേക്കണേ, ഒരു ഇത്തിരി ചെരിച്ചാണ് വെച്ചേക്കണേ. കാരണം നമ്മൾ അലമാരയുടെ ഉള്ളിൽ വെക്കുമ്പോഴും ഡയറക്റ്റ് മുകളിലേക്ക് ഇരിക്കാണ്ട് ചെരിഞ്ഞിരിക്കാൻ. പിന്നെ ഈ കാണുന്ന VIN GAND ഈ പിന്നിലാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ വർക്ക് ചെയ്യാനുള്ള ഇൻപുട്ട് കൊടുക്കുക, അതായത് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ. നമ്മൾ നേരത്തെ ലാപ്ടോപ്പിൽ കുത്തിയപ്പോൾ അവിടുന്ന് പവർ കിട്ടി. ഇനി ബാറ്ററിയുടെ പവറാണ് കിട്ടുക. നമ്മളെ ബാറ്ററിയുടെ നെഗറ്റീവ് GND-യിലേക്കും ബാറ്ററിയുടെ പോസിറ്റീവ് VIN എന്ന് പറഞ്ഞ പിന്നിലേക്കും കൊടുക്കുക. ഡയറക്റ്റ് കണക്ട് ചെയ്യല്ല, സ്വിച്ച് വഴിയാണ് കണക്ട് ചെയ്തേക്കണേ. അത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാമല്ലോ. പിന്നെ ജസ്റ്റ് ആ ഒരു LDR നേരത്തെ കണക്ട് ചെയ്ത പോലെ തന്നെ LDR ഒരെണ്ണം ഒരു വയർ ഡയറക്റ്റ് VCC അതായത് 3.3 വോൾട്ടിലേക്ക് കൊടുത്തു. പിന്നെ ഒരെണ്ണം റെസിസ്റ്റർ വഴി ഗ്രൗണ്ട് ചെയ്തു, ഒരെണ്ണം സിഗ്നലിലേക്ക് കൊടുത്തു, അതായത് റെസിസ്റ്റർ വെക്കണതിൻ്റെ മുകളിൽ. ഇപ്പോൾ ഇത് ചാർജിങ് ആകുമ്പോഴും സൈഡിൽ ലൈറ്റ് എത്തും, റെഡ് കളർ ലൈറ്റ് പുറത്തേക്കൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എല്ലാം സംഭവം സെറ്റായിട്ടുണ്ട്. ഒരു വയർ പൊട്ടിയിട്ട് അതൊന്ന് സോൾഡർ ചെയ്യാൻ എടുത്തപ്പോഴാണ് ഇത് കണ്ട ബ്ലൂ കളർ ലൈറ്റ്, അതായത് ഫുള്ളായിട്ടുണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് നോക്കിയാലും ബ്ലൂ കളർ ലൈറ്റ് കാണും. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. നമ്മൾ ഇനി ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെലിഗ്രാമിൽ മെസ്സേജ് വരും കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോണാണ് എൻ്റെ ടെലിഗ്രാം ഉപയോഗിക്കുന്ന ഫോൺ. അപ്പോൾ അതിൽ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ടെലിഗ്രാം ഡെസ്ക്ടോപ്പ് എടുത്തിട്ട് ലിങ്ക് ചെയ്തേക്കാണ്. ഇപ്പോൾ നമ്മളത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ, അതായത് മെസ്സേജ് വരും. ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മളിത് ഓൺ ആക്കിയപ്പോൾ മെസ്സേജ് വന്നതാണ്. ഇനിയിപ്പോൾ ഡോർ ഓപ്പണിന് മെസ്സേജ് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എൻ്റെ റൂമിൽ അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. ഈ LDR വെച്ചേക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ കബോർഡ് തുറന്നുണ്ടോ, അതായത് അലമാരയുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അലമാര തുറന്നുണ്ടോ അടച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയാൻ പറ്റുക. അതായത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് സെൻസേഴ്സും ഈ മാഗ്നറ്റിക് സെൻസറും പല പല സാധനങ്ങൾ ഉപയോഗിക്കാം. ഞാൻ ഏറ്റവും എളുപ്പത്തിന് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് LDR വെച്ചേക്കുന്നത്. അതായത് സിമ്പിൾ ലോജിക്കിൽ ഒരു അടിപൊളി സംഭവം, വെറൈറ്റി സംഭവം നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കാണ്. അതായത് അലമാര അടച്ചിട്ടേക്കുമ്പോൾ എന്തായാലും ലൈറ്റ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അലമാര അടച്ചേക്കാണോ തുറന്നേക്കാണെന്ന് മനസ്സിലാക്കി മെസ്സേജ് വരും. ഇനി അലമാര തുറന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ലൈറ്റിനേക്കാളും എന്തായാലും ഇത്തിരി കൂടും പുറത്തുനിന്ന് ലൈറ്റ് വരുമ്പോൾ. അപ്പോൾ ആ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അലമാര തുറന്നേക്കാണോ അടച്ചേക്കാണോ എന്ന് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ടെലിഗ്രാമിൽ ഒരു ബോട്ടിനെ സെറ്റ് ചെയ്തെടുത്താണ്. ഇതെങ്ങനെയാണ് പിന്നെ ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് വേർഷൻസും പിന്നെ ഫോട്ടോ തുറക്കാനുള്ള ഫോട്ടോ ഒക്കെ തന്നെയൊക്കെ എന്തായാലും ഉടനെ വരും. എല്ലാവരും മാക്സിമം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് നേരത്തുള്ള ഒരു പരിപാടിയാണ്, പക്ഷേ ഞാനിത് കുറേ നാളത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു സംഭവം ഇതുപോലെ സെറ്റ് ചെയ്താക്കൽ കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും സ്റ്റാറ്റസ് ഇടുക, ഇനി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് തന്നെ മെൻഷൻ ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മളെയും കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും കിണ്ണം കാച്ചി ഐഡിയാസ് ഇനിയും വരും കേട്ടോ. ഇപ്പോൾ ഇത് ഡോർ ക്ലോസ്ഡ് എന്നാണ് അവിടെ കാണിച്ചേക്കണത്. ലാസ്റ്റ് ഇത് ലൈറ്റ് വന്നപ്പോൾ ഇപ്പോൾ ഡോർ ഓപ്പൺ എന്ന് കാണിക്കും കേട്ടോ. അതായത് ഞാൻ ആ LDRൻ്റെ വാല്യൂസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താണ് നിങ്ങളെ കറക്റ്റായിട്ട് കാണിക്കാൻ. ഇപ്പോൾ ഡോർ ഓപ്പൺ എന്ന് കാണിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കിയ സംഭവത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. സംഭവം എന്തായാലും സക്സസ് ആയിട്ട് ഫിനിഷായി. ഞാൻ അലമാരയിൽ വെച്ച് നോക്കാം. ഓ ഫ്രണ്ട്സ്, സംഭവം മൊത്തത്തിൽ കൊളായ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കോടി കൊടുത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച വാല്യൂ ഒന്നല്ല ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു അലമാരയുടെ അവിടെ. അപ്പോൾ വീണ്ടും നമ്മൾ കോഡൊക്കെ ഒന്ന് റെഡിയാക്കി കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്ത് ഒന്നുകൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫോണിൽ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ടെലിഗ്രാം കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പം തന്നെ ട്രബിൾ ഷൂട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ബോട്ട് സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കൂടി എഴുതി കാണിക്കും. പല മറി കൊണ്ട് വെച്ചാലും ഇവിടുത്തെ വാല്യൂ എത്രയാണ് നമുക്ക് കറക്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ കോഡ് ചെയ്യാൻ പറ്റും. ഓ
അപ്പോൾ ഫ്രണ്ട്സ് വേറൊരു വർഷം കൂടി പറ്റിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലമാരി തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും മാത്രമേ ഇത് വരുള്ളൂ, ഒരു ക്ലോസും ഓപ്പണും, അപ്പോൾ മാത്രമേ വാല്യൂസ് വരുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ നിറയും ടെലിഗ്രാം. അപ്പോൾ നമ്മൾ വീണ്ടും കുറേ നേരം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കോഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും റെഡി ആവട്ടോ. ഞാൻ ഇപ്രാവശ്യം എല്ലാ സാധനവും എല്ലാ രീതിക്കും കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ടാണ് ചെയ്തേക്കണേ. ഇപ്പോൾ അലമാരയുടെ സൈഡിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയാലും കറക്റ്റായിട്ട് തന്നെ സംഭവം വർക്ക് ചെയ്യും. അതായത് അവിടെയുള്ള ലൈറ്റിനേക്കാളും ഒരു ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ആക്റ്റീവ് ആവുകയും നമുക്ക് തുറന്നോ അടഞ്ഞോ എന്നുള്ള മെസ്സേജ് അപ്പം തന്നെ വരികയും ചെയ്യും കേട്ടോ. നമ്മൾ കോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഡണ്ണായിട്ടുണ്ട്. ഇത് ആർഡിനോ അപ്ലോഡ് ചെയ്യുന്ന ആർഡിനോ ഐഡി തന്നെയാണ് കേട്ടോ. വേണ്ട ഇപ്പം സെറ്റാക്കി തരാം. നമ്മുടെ വൈഫൈ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണതേ, വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം വീണ്ടും സംഭവം സെറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് വാല്യൂസ് ഇങ്ങനെ എഴുതി കാണിക്കും. എനിക്ക് ഇപ്പം തന്നെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ട്രബിൾ ഷൂട്ട് ചെയ്യാനും പിന്നെ അലമാരയിൽ വയ്ക്കുമ്പോൾ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ 2 സ്ഥലത്തും കൊടുത്തത് കേട്ടോ. ഇപ്പോൾ ഇതേ സംഭവം ഒക്കെ റെഡി ആവേണ്ടതേ. ഞാൻ ഒന്നുകൂടി സെറ്റ് ചെയ്തു, എല്ലാ സാധനവും നമ്മുടെ അലമാരയും കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. വേണ്ട ഒരു ബ്ലൂ ലൈറ്റ് പെട്ടെന്ന് മിന്നിപ്പോയില്ലേ, അതായത് സംഭവം ഓണായി എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. നമുക്ക് ഫോൺ എടുത്തൊന്ന് നോക്കി നോക്കാം. പ്രാവശ്യമെങ്കിലും ഒന്ന് സെറ്റായാൽ മതി. ദൈവം ഓ ഗൈസ് സംഭവം സെറ്റായി. എൻ്റെ മോൻ എന്തായാലും ദിവസത്തെ കഷ്ടപ്പെടാമെന്നറിയോ. വേണ്ട ഞാൻ വന്നു ഗൈസ്, സംഭവം 100% സക്സസ് ആയിക്കാണ്. എനിക്കെന്താ പറയണേ അറിയില്ല, കാരണം അത്രയും സംഭവം നല്ല ഹാർഡ് വർക്ക് ചെയ്തത് നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കണ്ട ഡോറീസ് ഓപ്പൺ ആയിരുന്നു, നമ്മൾ കറക്റ്റ് ഡോർ അടിച്ചപ്പോൾ ഡോർ ഓപ്പൺ എന്ന് കാണിച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പോലും പറ്റില്ല, കാരണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ആയിട്ട് കിട്ടുന്ന റിസൾട്ടിൻ്റെ ഒരു വാല്യൂ ഇത് ഭയങ്കരമായിരിക്കും. കാരണം പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞേക്കാളും നമുക്ക് സന്തോഷമായിരിക്കും. നമ്മൾ അത്രയും വർക്ക് ചെയ്തിട്ട് കിട്ടുന്നത്. ഞാൻ ഒന്നുകൂടി തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അലമാര ഒന്നുകൂടി തുറന്നേക്കാണ്. ഇപ്പോൾ ടെലിഗ്രാം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഡോറീസ് ഓപ്പൺ എന്ന മെസ്സേജ് വന്നു. ഇതിപ്പോൾ ടെലിഗ്രാമാണ്. ഇനി വാട്സപ്പിൽ ഇതുപോലെ വരുന്നതും അതുപോലെ തന്നെ തുറക്കണമുള്ള ഫോട്ടോ വരുന്നതും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോണ അടിപൊളി സംഭവങ്ങളിലൊക്കെ വീഡിയോ വരാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്തേക്കുക. പിന്നെ ബെല്ലൈക്കൺ ഓളും കൂടി ആക്കി വെച്ചേക്കാം കേട്ടോ. എന്നാൽ മാത്രമേ വീഡിയോസൊക്കെ വരുള്ളൂ. ഇതെന്താണ് സ്കൂളിൽ പോടാ? ഹേഡിഫയുടെ സ്കൂളിൽ പോ. എടാ ഇതെന്താണ് ബോട്ടിന് ബോധം വന്നാ? അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ആകാണ്ട് ചെയ്തേക്കുക. ഇനി നിന്ന് പറയാൻ പറ്റില്ല, ഇവിടെ കട്ട മഴ വന്നു. അപ്പോൾ ശരി എന്നാൽ മറക്കണ്ട, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയറും ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ ബൈ.